ഞാൻ ആദ്യമായിട്ട് അമ്മ വീട്ടിൽ പോവുകയാണ്. ഇങ്ങനെ ഇത്തവണത്തെ അവധിക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഡാനിയുടെ അമ്മ വീട്ടിൽ പോകുന്നത്. അമ്മ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചി ഇപ്പൊ അമേരിക്കയിലാണ്, അതുകൊണ്ട് വീട് പൂട്ടി കിടക്കാണ്. പക്ഷെ പണ്ട് ഞങ്ങളൊക്കെ ഓടി കളിച്ച സ്ഥലവും കാര്യങ്ങളെല്ലാം പണം പിടിച്ച് കിടക്കുവാണ്. എന്നാൽ കുഴപ്പമില്ല, നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. എങ്ങനെയാണ് എന്താണ് അവസ്ഥ എന്നൊന്നും അറിയണല്ലോ. ഈ മഴക്കാലത്ത് എല്ലാ മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണോ എന്തായി എന്നൊന്നും അറിഞ്ഞൂടാ. നമുക്കൊന്ന് പോയി നോക്കാം. ഒരു വാഴക്കൊലയും വെട്ടാനുണ്ടെന്നാണ് ചാച്ചയെ പറഞ്ഞത്. അപ്പൊ പിന്നെ കൊലയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും ഞങ്ങൾ 4 പെൺമക്കളാണ്. അതിലെ 4ാമത്തെ മകളാണ് ഞാൻ. അപ്പം ഞങ്ങളുടെ കൊച്ച് ആദ്യമായിട്ട് ഉണ്ടായതിന് ശേഷം അവൻ്റെ അമ്മ വീട് കാണുകയാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കുണ്ട്. എൻ്റെ പപ്പായും മമ്മിയും ഇപ്പോൾ ഇവിടെ ഇല്ല, അവർ അമേരിക്കയിലാണ്. അപ്പോൾ ഞങ്ങൾ അവധിക്ക് വന്നപ്പം വീടൊക്കെ കാണണമല്ലോ, വീട് കാണണം, ഒന്ന് തുറക്കണം, അതിൻ്റെ ചുറ്റും ഒന്ന് നടക്കണം, പഴയ മെമ്മറീസിലൂടെ ഒന്ന് പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് വന്നത്. അപ്പോൾ അതിൽ ഒരു മെമ്മറി ആയിട്ട് ഒരു വീഡിയോ കിടക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. കാരണം പ്രവാസ ജീവിതത്തിൽ നമ്മളിരിക്കുമ്പോൾ ഇങ്ങനത്തെ ചില മെമ്മറീസാണ് നമ്മൾക്ക് ഒരു മുതൽക്കൂട്ട് എന്നുള്ളത്. ഈ ഗേറ്റ് തുറന്നു പോകുന്നത് ഞങ്ങൾ 4 പേരുടെയും ഒരുപാട് മെമ്മറീസുള്ള ഈ വീട്ടിലേക്കാണ്. സത്യം പറഞ്ഞാൽ പപ്പായും മമ്മിയും ഇവിടെ ഇല്ലാത്തത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അവരുള്ളപ്പോൾ അതൊരു പ്രത്യേക ഫീല് തന്നെയാണ്. ഞങ്ങൾ 4 പെൺമക്കളും കല്യാണം കഴിഞ്ഞ് ഓരോ രാജ്യത്ത് സെറ്റിലായപ്പോഴേക്കും ഞങ്ങളുടെ പേരൻസ് ഞങ്ങളെ ഓരോരുത്തരെയും വന്ന് വിസിറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെയാണ് ഈ വീട് പൂട്ടി അവർക്കും ഞങ്ങളുടെയൊക്കെ ഒപ്പം വരേണ്ടതായിട്ട് വന്നത്. അങ്ങനെ ഈ കരികില പിടിച്ച് വാഴക്കൊലയൊക്കെ വീണ് കിടക്കുന്ന ഈ വഴി ഒരു നാൾ എത്ര സുന്ദരമായിരുന്നു. ഈ മുറ്റം അടിക്കാൻ തന്നെ ഞങ്ങൾ തമ്മിൽ വഴക്കായിരുന്നു. നറുക്കെടുപ്പിലൂടെയൊക്കെയാണ് ഞങ്ങൾ ഈ മുറ്റം അടിക്കുന്നത് ആരാണെന്ന് തിരഞ്ഞെടുത്തിരുന്നതൊക്കെ. ഞങ്ങൾ 4 പെൺമക്കളും തമ്മിൽ നല്ല ഏജ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലും വീട്ടിൽ ആളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എല്ലാവരും കല്യാണം കഴിച്ച് കുട്ടികളായി ഓരോ രാജ്യത്ത് സെറ്റിലായപ്പോൾ എല്ലാവരും ഒന്നിച്ച് അവധിയെടുത്ത് വരുന്ന ആ ഒരു വരവൊക്കെ കുറഞ്ഞു. പക്ഷേ എന്തെങ്കിലും ഒരു പ്രത്യേക വിശേഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും വരാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയാൽ ഈ വീട്ടിൽ നിറച്ച ആൾക്കാരാണ്. ഞങ്ങൾ 4 പെൺമക്കളും അവരുടെ 4 ഹസ്ബൻഡുമാരും പിന്നെ ഞങ്ങൾക്ക് മൊത്തം 8 കൊച്ചുമക്കളും. അങ്ങനെ പോകുന്നു ഞങ്ങളുടെ ജനസംഖ്യ. ഇവിടെ മമ്മിയും പപ്പായും വെച്ച് പിടിപ്പിച്ച പച്ചമുളകും കാന്താരിമുളകും പയറും കരിയാപ്പലയും ജാതിക്കുരുവും കപ്പളങ്ങയും ചക്കയും മാങ്ങയും വാഴക്കൊലകളും കോവയ്ക്കയും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. നമുക്കിപ്പോഴും നല്ല ടേസ്റ്റാണ് അതൊക്കെ കഴിക്കാനായിട്ട്. ഒരു വളവും ചേർക്കാതെ അവർ പൊന്നുപോലെ സൂക്ഷിച്ച് നട്ട് വളർത്തുന്ന ഈ മരങ്ങളിൽ നിന്ന് കായ്ഫലങ്ങൾ കഴിക്കാൻ സാധിച്ചത് തന്നെ ഒരു അനുഗ്രഹമായിട്ട് കാണുകയാണ്. ഇപ്പോൾ ഈ വിദേശ രാജ്യത്ത് കഴിയുന്ന നമ്മുടെ ഈ കുട്ടികളൊക്കെ നമ്മുടെ പഴയ കുട്ടിക്കാലത്തിലേക്ക് എന്തെങ്കിലും തിരിച്ചു വരുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നമുക്കാകെ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ കുറച്ച് നല്ല ഓർമ്മകളുടെ ഒരു പങ്ക് കൊടുക്കാൻ സാധിക്കുക ആണെങ്കിൽ അത്രയും ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുവാണ്. ഇതെന്നാടാണി കാന്താരി കാന്താരി മുളക്. ഞാനീ നടന്നു പോകുന്നതൊക്കെ പണ്ട് ഞങ്ങൾക്കിവിടെ റബ്ബർ തോട്ടമായിരുന്നു. രാവിലെ വെളുപ്പിനെ ചാച്ചായി പോയി റബ്ബർ പാലിന് വേണ്ടി വെട്ടും. പിന്നെ ഒരു ഉച്ചയാകുമ്പം ഞങ്ങളെല്ലാവരും ബക്കറ്റൊക്കെ എടുത്ത് റബ്ബർ പാലെടുക്കാനായിട്ട് പോകും. അന്നൊക്കെ ഇടയ്ക്കൊക്കെ മടിയാണ്, മമ്മിയും ചാച്ചായും തന്നെ പോയി എടുത്തോ എന്നൊക്കെ പറയും. പക്ഷേ അതിനും ഒരു രസമൊക്കെ ആയിരുന്നു. ഇന്ന് ആ റബ്ബറെല്ലാം വെട്ടിമാറ്റി ഇപ്പോൾ അവിടെ വാഴ കൃഷിയൊക്കെ ചെയ്ത് ഞങ്ങളുടെ കുറച്ച് സ്ഥലമൊക്കെ വിറ്റു.
അങ്ങനെ കുറച്ച് ഭാഗം നമ്മുടെ പറമ്പും വീടും മാത്രമായിട്ട് നമ്മുടെ സ്ഥലം ഒതുങ്ങി. ഇപ്പോൾ നേരത്തെ നമുക്ക് ആടും പശുവും പട്ടിയും കോഴികളും ഒക്കെ ഉണ്ടായിരുന്നു. വഴിയിൽ തടസ്സമായി കിടക്കുന്ന വാഴ കൈയെല്ലാം വെട്ടിക്കളയുന്നു. അപ്പച്ചനും അമ്മച്ചിയും അമ്മയുടെ പപ്പായും അമ്മയും പിന്നെ ഞങ്ങളുടെ പഴയ കളക്ഷൻസ് ട്രോഫീസ് കാര്യങ്ങളൊക്കെ ഞാനിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കംപ്ലീറ്റ് ഫാമിലി. ഇത് നമ്മുടെ കല്യാണത്തിനെടുത്ത ഫോട്ടോയാണ്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് 2 മെമ്പേഴ്സാണ്, ഡാനിയും ഐസായും. കുറച്ച് കാന്താരിമുളകും കരിയേപ്പിലയും. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ വിളവെടുപ്പ്. ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പോവാം. ടാറ്റാ ബൈ ബൈ. ടാറ്റാ ബൈ ബൈ. ടാറ്റാ ടാറ്റാ.